ശ്രീയിൽ ഒപ്പുവെച്ചതിലുള്ള അതൃപ്തി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് അറിയിച്ച സിപിഐയെ അനുനയിപ്പിക്കാൻ MN സ്മാരകത്തിലെത്തിയപ്പോഴാണ് മന്ത്രി വി ശിവൻകുട്ടിയോട് ബിനോയ് വിശ്വം വിയോജിപ്പ് അറിയിച്ചത്. കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നും എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഞാൻ ബിനോയ് വിശ്വം സഹാബിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. പരസ്പരം കാര്യങ്ങൾ പറഞ്ഞെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കും. സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. പിന്നെ അതിലൊന്നും അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയങ്ങളല്ലല്ലോ. സ്വകാര്യ സംഭാഷണമായിരുന്നു, ഒരു ഔദ്യോഗികമായ പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. കണ്ടല്ലേ പറ്റൂ. അത് കണ്ടു. നമ്മളെ നിലപാടിൽ മാറ്റം വരണ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കും. ഷിജു കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജു, മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വകാര്യ സംഭാഷണത്തിൽ തീരുന്ന വിഷയമല്ല. പക്ഷെ അതേസമയം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു എല്ലാം സംസാരിച്ച് പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ലേ എന്നാണ് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞത്. സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇന്ന് MN സ്മാരകത്തിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാമായിരുന്നു ഷിജു? PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുള്ളത് സ്ഫോടനാത്മകമായിട്ടുള്ള കുറേയധികം സംഭവ വികാസങ്ങളാണ്. എന്തും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM നേതൃത്വം CPIയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ഇടപെടൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് രാവിലെ 11:30 MN സ്മാരകത്തിൽ നേരിട്ടെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടും മന്ത്രി GR അനിലുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത്. അതിനകത്ത് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളുമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ചർച്ച ചെയ്തത്. അപ്പോൾ അതിനകത്ത് അനുരഞ്ജനത്തിനും സമവായത്തിനുമുള്ള സാധ്യത നിലവിൽ തീരെയില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ മന്ത്രി വി ശിവൻകുട്ടി ഇതോടൊപ്പം മറ്റൊരു കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും, എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി MN സ്മാരകത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ അപ്പോഴും മന്ത്രി വി ശിവൻകുട്ടിയോട് CPI നേതൃത്വം PM-ശ്രീ വിഷയത്തിൽ തുടക്കം മുതൽ എന്ത് നിലപാടാണോ സ്വീകരിച്ചു പോരുന്നത് അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചർച്ചകളല്ല വേണ്ടത്. ഈ പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ആ ഒപ്പിട്ട തീരുമാനം പിൻവലിക്കണം. ആ നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനകത്ത് ഇനി ഇതിന് ചർച്ച വേണ്ടതില്ല എന്നുള്ള കാര്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വി ശിവൻകുട്ടിയെ അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരു തരത്തിലും ചർച്ച വേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യണം. ഞങ്ങൾ എന്ത് വേണം, CPI നേതൃത്വം ഇതിനകത്ത് ഇനി എന്ത് തീരുമാനിക്കണം എന്നുള്ളത് തിങ്കളാഴ്ച ആലപ്പുഴയിൽ രാവിലെ 10:00 ചേരുന്ന CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനമെടുക്കുമെന്നുള്ള കാര്യവും പറയാതെ ബിനോയ് വിശ്വം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് GR അനിലിന്റെ പ്രതികരണത്തിലേക്ക് വന്നാൽ GR അനിൽ പറയുന്നത് ഒരാൾ പാർട്ടി ഓഫീസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അയാളോട് വരണ്ട എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, വന്നോട്ടെ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് വി ശിവൻകുട്ടിയുടെ സന്ദർശനത്തെ GR അനിൽ കാണുന്നത്. ഒരു മന്ത്രിസഭയിലെ ഒരുമിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള 2 മന്ത്രിമാരാണ് വി ശിവൻകുട്ടിയും GR അനിലും. പക്ഷേ മന്ത്രിസഭയിൽ ശിവൻകുട്ടി അടങ്ങുന്ന CPI മന്ത്രിമാർ CPI മന്ത്രിമാരോട് ഒരു വിവേചനം കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഈ PM-ശ്രീ വിഷയത്തിലൂടെ കൃത്യമായിട്ട് പുറത്തു വന്നാണ്. അപ്പോൾ അതിന്റെ അടക്കമുള്ള അമർഷം CPI മന്ത്രി എന്ന നിലയിൽ GR അനിലിനുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചർച്ചയല്ല വേണ്ടത്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള വിശദീകരണവും വ്യക്തതയും വരുത്തിക്കൊണ്ട് ഇതിന്റെ നിലപാട് CPI നിലപാടിനപ്പുറത്തേക്ക് CPM വരിക. അപ്പോൾ അങ്ങനെ എന്ത് നിലപാട് വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അങ്ങേയറ്റം ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയാണ് CPI. അജി.